ഡൂഡുവിന്റെ ബർത്ത്ഡേക്ക് നമ്മൾ കേക്ക് വാങ്ങിക്കാൻ പോവാണ്. നല്ല മഴയാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മൾ ഡൂഡിച്ചേടെ കേക്ക് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. എൻ്റെ ഒരു ടീച്ചറാണ് കേക്ക് ഉണ്ടാക്കുന്നത്. മിസ് നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് ഉണ്ടാക്കുക. അതുകൊണ്ട് ഈ മെയിൻ ഫംഗ്ഷൻ വരുമ്പോൾ എപ്പോഴും നമ്മൾ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് കേക്ക് മേടിക്കാറുള്ളൂ. അതെ, നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. ഇത് നമുക്ക് കേക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ് അതിൻ്റെ ആ ഒരു പഞ്ച് കളയുന്നില്ല. അതിൽ ഡൂഡുച്ചന് ഇഷ്ടപ്പെട്ട ഒരു ഇതിന്റെ കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. തീമാണ് കൊടുത്തേക്കുന്നത്, മോഹാന അല്ലേ? ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ്, പിള്ളേർക്കൊക്കെ അറിയായിരിക്കും. നമുക്ക് നോക്കാം അതിന്റെ ഇതെന്താണ്. ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. കേറില്ല, ഞാൻ ഡോർ നോക്കാം ഒരു മിസ്. അല്ല, അപ്പൊ ഞാൻ അപ്പുറത്ത് മിസ് അപ്പുറത്ത് വരുന്നുള്ള ചിന്തയായിരുന്നു. അപ്പൊ നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വീട്ടിൽ പോയിട്ട് ഓപ്പൺ ചെയ്യാം ഗൈസ്. അപ്പോൾ ഇവിടെ ബാക്കി ഡെക്കറേഷൻ പരിപാടികൾ നടക്കുകയാണ്. അനുചേച്ചിയാണ് നമ്മുടെ ഡെക്കറേഷൻ കോർഡിനേറ്റർ. ഡൂഡുച്ചയും അമ്മയും ഇതേ ബലൂൺ ഒഴിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ പതിവ് പോലെ നമ്മുടെ കുങ്കച്ച ബലൂൺ ഇട്ട് പൊട്ടിക്കുന്നില്ല, അവൾ തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിത്ത് ഫുൾ എനർജി അവൾ ബലൂൺ തട്ടി കളിക്കാൻ വേണ്ടി എടുക്കുകയാണ്. അവളാണ് ബർത്ത്ഡേ ഗേളിൻ്റെ ആവേശത്തിൽ ഇവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അത് ഇന്ന് മിക്കവാറും പൊട്ടിക്കും. ചേച്ചിയുടെ നിന്ന് അടുത്ത് അടി വാങ്ങിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഗൈസ്, ചെറുതായിട്ടൊരു പറ്റി. നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഓൺ ആക്കിയില്ല. അതുകൊണ്ട് റെക്കോർഡ് ചെയ്ത സാധനമൊന്നും കിട്ടിയില്ല. അപ്പോൾ അതേ നമ്മൾ ഡുഡുച്ചയുടെ കേക്കാന്ന് പറഞ്ഞിട്ട് കേക്ക് കൊണ്ടുവന്ന് വെച്ചേക്കാണ്. ആക്ച്വലി ഡുഡുച്ചയ്ക്ക് അറിയില്ല അത് കേക്കാണോ അല്ലെന്നൊന്നും. നമ്മൾ മോവാനയുടെ തീമുള്ള കേക്കാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ ഡുഡുച്ചനെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബണ്ണാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കണേ. അവൾ തുറക്കണതിന് മുമ്പേ നത്തത് തുറന്ന്, എന്നാലും ആൾ പതിരയൊന്നുമില്ല, ചിരിച്ചതേ അത് കട്ട് ചെയ്യാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് ഇപ്പോൾ ശരിക്കും നമ്മളവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ പോലെ പാട്ടൊക്കെ പാടുന്നുണ്ട്, ഹാപ്പി ബർത്ത്ഡേ. ബട്ട് മൈക്ക് കണ്ട ഡുഡുച്ചേട്ടാ അവിടെ മൈക്കുണ്ട്, പക്ഷേ അത് ഓണല്ലായിരുന്നു. നമ്മൾ രണ്ടുപേരും അത് ശ്രദ്ധിച്ചില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല, ഡുഡുച്ചയും ശ്രദ്ധിച്ചില്ല. വീഡിയോ എടുക്കുന്ന ആ ഒരു ഇതിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മൈക്ക് ഓൺ ആക്കിയില്ല എന്ന് ഓർത്തില്ല. അപ്പോൾ മൈക്ക് കണക്റ്റ് ആയതുകൊണ്ട് മൈക്കോ എല്ലാത്തുകൊണ്ട് ഒരു സൗണ്ടും കേൾക്കുന്നില്ല. ശരിക്കും ഇപ്പോൾ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ വീഡിയോ അത് കഴിഞ്ഞ് ഇടാൻ വേണ്ടി എടുത്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇല്ലാത്ത. അപ്പോൾ എനിക്ക് അവൾ കേക്ക് വന്നു. അത് അമ്മൂട്ടിന് കേക്കല്ല ബണ്ണ്. നമ്മൾ ചുമ്മാ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ശരിക്കും നമ്മൾ ടീച്ചറിൻ്റെ നിന്ന് വാങ്ങിച്ച മോവാനയുടെ കേക്ക്. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് സിനിമ കണ്ടിട്ടുണ്ട്, നല്ല സിനിമയാണത്. നമ്മൾ ലൈവും പോകുന്നുണ്ട് പാരലലി. അപ്പോൾ ലൈവ് നമ്മൾ ഇതിൻ്റെ ഇട്ടാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ബർത്ത്ഡേ കട്ടിങ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് കേക്ക്. ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഓഗസ്റ്റിലാണ് ഡുഡുച്ച. ഇനി എല്ലാ ഓഗസ്റ്റും നമ്മൾ ഡുഡുച്ചയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതായിരിക്കും ഇതുപോലെ. അപ്പോൾ ഗൈസ്, ഡുഡുച്ചയുടെ കേക്ക് കട്ടിങ് ടൈമാണ്. ഇപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുന്നതുകൊണ്ട് കണ്ണട ഉരുതാണ് അവൾ. അപ്പോൾ ഇനി ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. പക്ഷെ എന്നാലും ആ മൈക്ക് ഓണാക്കി തന്നെങ്കിൽ നമ്മൾ മിക്കും ഒക്കെ എത്തിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള പിള്ളേരാണ് എല്ലാവരും എത്തിയിട്ടുണ്ട് കേക്ക് കട്ടിങ്ങിന്. അതാണ് മിക്കു. നമ്മുടെ വീഡിയോയിലൊക്കെ കാണാം മിക്കുവിനെ. ആ സ്കൂളിൽ നിന്ന് തിരിച്ചുകൊണ്ടുവരുന്ന വീഡിയോയിലൊക്കെ ഉണ്ട്. കന്നഡ മെയിനാണ് കേട്ടോ, കന്നഡ മുഖ്യം വയ്ക്കില്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ ദേ കേക്ക് കട്ടിങ് ടൈമായി. ഈ ഡെക്കറേഷനൊക്കെ അനുസരിച്ചാണ് കേട്ടോ. ഓക്കെ, ഫോട്ടോസ് കൊള്ളാം, നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വാ, കേക്ക് കട്ട് ചെയ്താലോ? നേരെ കേക്ക് കട്ടിങ്ങിൽ കിടക്കാം. കുങ്കച്ചൻ പിന്നെ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഞാനും കൊണ്ടുവന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. സാധാരണ ഇത്തിരി മടിച്ചാണ്, ഇന്നെന്തോ കയറി നിൽക്കുന്നുണ്ട്. അതേ ഫോട്ടോ സെക്ഷനാണ്. അതേ ഫോട്ടോ സെക്ഷൻ കേട്ട് എന്താ സ്നേഹം. രാവിലെ സ്നേഹം, വൈകുന്നേരം ഇടി. ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി. ഇത് കഴിഞ്ഞിട്ട് ഗൈസ് വീഡിയോ ഉണ്ടോ നോക്കട്ടെ. ഇവിടെ കുങ്കച്ചൻ മിഠായി എടുത്ത് പോക്കറ്റ് നിറയ്ക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. പിന്നെ മിഠായിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വലിയ സീനില്ല. ഇത് മിക്കു നാണിച്ച് നിൽക്കുകയാണ്. മിക്കു ഒന്ന് ആക്റ്റീവ് ആകാൻ കുറച്ച് ടൈം വേണം. ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ മിക്കു ഇടുവാണ്.
ഓക്കെ ബാബാ കേക്ക് കട്ട് ചെയ്യാം. ഇത് മറ്റേ വിട്. ഇവിടെ വെക്ക. ഇത് എന്നാ സത്യം വാക്കുന്നില്ലേ വാക്കത്തിയോ? മുറിക്കാം. അല്ല പപ്പ എടുത്ത് മാറ്റിയത്. Give it your life for cutting the cake. ഞങ്ങള് നാല് വരുന്നുണ്ട്. Okay, guys. Okay, bye. Happy birthday to Divanya. Happy birthday to Divanya. കുങ്കു മേടിക്ക്. ഇച്ചിരി ചേച്ചിക്ക് കൊടുക്ക്. അമ്മയ്ക്കോട് അപ്പയ്ക്കല്ല പറയാം. കൊത്തതും അല്ല. ഞങ്ങള് ഇമ്പോർട്ടാണ് കേട്ടോ. അമേരിക്കൻ മേഡം. വേറെ പീസ് എടുത്ത് സേര ചേച്ചിക്ക് വേറെ പീസ് എടുക്ക്. വേറെ പീസ് എടുക്ക്. പറയാതെ കൈകിന് വെക്കൂ. മിക്കൂനെ എന്നെ കണ്ട പേടിയാ. അപ്പയ്ക്ക് കൊടുത്തോ? കൊടുത്തു. ചോക്ലേറ്റ് കൊടുത്തിട്ടു. എന്റെ കേട്ടോ തുളക്കല്ലേ. ആരുടെ കേക്കാടാ? നീ കട്ട് ചെയ്തോ? വേണ്ട കേക്കൊക്കെ ഏത് വേണ്ട നിനക്ക്? അതെടുത്തോ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? പിസ 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 Okay guys, bye from SKBK Stories.